സൂര്യാതാപവും സൂര്യാഘാതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഠിനമായ വേനൽക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ താപനില ഉയരുമ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് നമ്മൾ സാധാരണയായി കേൾക്കുന്ന രണ്ട് പദങ്ങളാണ് സൂര്യാതാപം, സൂര്യാഘാതം എന്നിവ. ഇവ രണ്ടും ഒന്നാണെന്ന് കരുതുന്നവർ നിരവധിയാണ്. എന്നാൽ ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂര്യാതാപം സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികൾ അമിതമായി ചർമ്മത്തിൽ പതിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ലളിതമായി പറഞ്ഞാൽ വെയിൽ കൊണ്ട് ചർമ്മം കരിയുന്ന അവസ്ഥ. കാരണം സൂര്യരശ്മികളിലെ തീവ്രത ചർമ്മത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ലക്ഷണങ്ങൾ: വെയിൽ ഏറ്റ ഭാഗം ചുവന്നു തടിക്കുക, കഠിനമായ നീറ്റലും വേദനയും അനുഭവപ്പെടുക എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ചിലരിൽ നേരിയ കുമിളകൾ വരാനും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൊലി ഉരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പരിചരണം: സൂര്യാതാപം ഏറ്റാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് ശരീരം കഴുകുക. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. കറ്റാർവാഴ നീരോ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലേപങ്ങളോ പുരട്ടുന്നത് ആശ്വാസം നൽകും. സൂര്യഘാതം ഇത് ജീവന് ഭീഷണിയാകുന്ന അവസ്ഥയാണ്. സൂര്യതാപത്തേക്കാൾ എത്രയോ മടങ്ങ് അപകടകാരിയാണ് സൂര്യാഘാതം. അന്തരീക്ഷത്തിലെ അമിതമായ ചൂട് കാരണം ശരീരത്തിന് സ്വന്തം താപനില നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണിത്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. കാരണം കഠിനമായ ചൂടിൽ ദീർഘനേരം ജോലി ചെയ്യുന്നതോ വെയിൽ ഏൽക്കുകയോ വഴി ശരീരത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്നു. സാധാരണഗതിയിൽ വിയർപ്പിലൂടെയാണ് ശരീരം ചൂട് പുറന്തള്ളുന്നത്. എന്നാൽ സൂര്യാഘാതം ഏൽക്കുമ്പോൾ ഈ സംവിധാനം പരാജയപ്പെടുന്നു. ലക്ഷണങ്ങൾ: ശരീരതാപം 104 ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുക. ശക്തമായ തലവേദന, തലകറക്കം, ബോധക്ഷയം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥയിൽ രോഗിക്ക് വിയർപ്പ് ഉണ്ടാവില്ല എന്ന പ്രത്യേകതയുമുണ്ട്. പ്രഥമ ശുശ്രൂഷ: സൂര്യാഘാതമേറ്റയാളെ ഉടൻ തന്നെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റണം. വസ്ത്രങ്ങൾ അയച്ചിടുകയും നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടർച്ചയായി തുടയ്ക്കുകയും വേണം. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സൂര്യതാപം ചർമ്മത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണെങ്കിൽ സൂര്യാഘാതം നമ്മുടെ ആന്തരിക അവയവങ്ങളെയും തലച്ചോറിനെയും വരെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ്. സൂര്യതാപത്തിന് വീട്ടിൽ തന്നെ ചികിത്സ നൽകാമെങ്കിലും സൂര്യാഘാതത്തിന് നിർബന്ധമായും വിദഗ്ധ ചികിത്സ തേടണം. വേനൽക്കാലത്തെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. സൂര്യതാപവും സൂര്യാഘാതവും തിരിച്ചറിയുക എന്നതും കൃത്യമായ മുൻകരുതലുകൾ എടുക്കുക എന്നതും ഈ വേനൽക്കാലത്ത് വളരെ പ്രധാനമാണ്. ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.